ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നതിനെതിരെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് സർക്കാർ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതെന്ന് തുടങ്ങിയ വിവിധ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇടതുപക്ഷത്തിന് മേൽ അല്ലെങ്കിൽ CPM-ന് മേൽ കെട്ടിവെക്കാനായിട്ട് ഒരു വിഭാഗം പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ ശ്രമിച്ചു വരുന്നത്. സംഭവമായി ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ പ്രധാനമായിട്ടും സംഭവത്തിൽ മുഖ്യപ്രതി എന്ന അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരനെന്ന് ഗൂഢാലോചന നടത്തിയ പ്രധാനിയെന്ന് സംശയിക്കുന്ന കെ സുധാകരൻ, KPCC പ്രസിഡന്റായ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്. സുധാകരന് വിശാല ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് സർക്കാർ വ്യക്തമായിട്ടും ആരോപിക്കുന്നത്. ശക്തമായ തെളിവുകൾ സുധാകരനെതിരെ ഉണ്ടെന്നും സംസ്ഥാന സർക്കാർ അപ്പീലിലൂടെ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് സുധാകരനെ മോചിപ്പിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സുധാകരൻ ഇതിൽ നിന്ന് എസ്കേപ്പ് ആകാമെന്നുള്ള ചിന്തകൾ വേണ്ട എന്നാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്നത്. സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിലർ ഹർഷദ് വി ഹമീദാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു കെ സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ സുധാകരനെതിരെ തെളിവുകൾ ഇല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ സുധാകരനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഈ അപ്പീലിൽ നിന്നും വളരെ വ്യക്തമാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പീൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. വിശാല ഗൂഢാലോചനയിൽ സുധാകരന് നേരിട്ട് പങ്കുണ്ടെന്നാണ് അപ്പീലിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആരോപിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേർ മാത്രമാണ് ഇതുവരെ വിചാരണ നേരിട്ടിട്ടുള്ളത്. ഗൂഢാലോചനയിൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് കേരള പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കണ്ടെത്തിയതുമാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദ സർക്കാരിന് വേണ്ടി അപ്പീൽ സമർപ്പിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ വലിയ തോതിൽ കോലാഹലവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് VD സതീശനും സംഘവും എല്ലാം രംഗത്ത് വരുന്നത്. 1995 ഏപ്രിൽ 12-നാണ് ഇ.പി. ജയരാജനെതിരെ വധശ്രമം നടന്നത്. ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തീവണ്ടിയിൽ കേരളത്തിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് ഇ.പി.ക്കെതിരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം സംഭവിച്ചത്. ഇ.പി.യെ കൊല്ലുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം തന്നെയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ നിന്ന് പല ഘട്ടത്തിലും പല അന്വേഷണ സംവിധാനങ്ങളും വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതിന് സുപ്രീം കോടതിയിൽ ശക്തമായി തന്നെ നേരിടാനുള്ള നീക്കത്തിലാണ് CPM നേതൃത്വം നൽകുന്ന കേരള സർക്കാർ. ഏതായാലും അപ്പീൽ നൽകി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തെളിവുകളും ഇ.പി.യുടെ പ്രതികൾക്കെതിരെ കെ സുധാകരൻ അടക്കമുള്ളവർക്കെതിരെ സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും സുധാകരന്റെ കറുത്ത നാളുകൾ അടുത്തു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്ന വിവരം.